ബി.ജെ.പിയെ രൂക്ഷമായി വിമർശിച്ച ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ വേട്ടക്കാരന് കൈയടിച്ച് ഇരയെ തലോടുകയോ എന്ന പേരിലാണ് എഡിറ്റോറിയൽ. രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെ തടയാതെ വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന വിമർശനം. ഷമി പ്രഭാകർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ദീപിക എഴുതിയിരിക്കുന്നത് എന്താണെന്ന്. ഷമി, ഗുഡ് മോർണിംഗ്. എന്താണ് ബി.ജെ.പി നേതൃത്വത്തിനെതിരെ ദീപികയിൽ എഴുതിയിരിക്കുന്ന രാഷ്ട്രീയ വിമർശനം? മനു, കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അവരുടെ ആശങ്കകൾ വ്യക്തമാക്കുകയാണ് ദീപിക ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തും അതുപോലെ തന്നെ ബി.ജെ.പിയും ക്രൈസ്തവരെ കൂടെ കൂട്ടാനുള്ള ഒരു വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏത് രീതിയിൽ ക്രൈസ്തവ സഭ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭ ബി.ജെ.പിയെ സഹായിച്ചിരുന്നു എന്ന് ബിഷപ്പ് പാംപ്ലാനിയെ പോലെയുള്ള ആൾക്കാർ എടുത്തിട്ടുള്ള ഒരു സമീപനവും നമുക്ക് അറിയാം. റബ്ബറിൻ്റെ വില 250 രൂപയാക്കി കഴിഞ്ഞാൽ ബി.ജെ.പിയെ കേരളത്തിൽ സഹായിക്കാമെന്നൊരു വാഗ്ദാനം കൂടി ഈ ബിഷപ്പിനെ പോലുള്ളവർ ചെയ്തിരുന്നു. അതായത് കേരളത്തിൽ ഇങ്ങനെ RSSൻ്റെയും ബി.ജെ.പിയുടെയും കൈപിടിച്ച് മുന്നോട്ട് പോകാം, വലിയ സ്നേഹത്തോടെ ജീവിക്കാം എന്നൊക്കെ കരുതിയിരുന്നവർക്ക് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ കണ്ടിട്ടിപ്പോൾ പരസ്യമായി ബി.ജെ.പിക്കെതിരെ രംഗത്ത് വരേണ്ടുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ വലിയ പീഡനം നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഒഡീഷയിൽ ബി.ജെ.പി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഈ പീഡനങ്ങളുടെ ഒരു തോത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കൂടി അശക്തമായ ക്രൈസ്തവ വേട്ട നടത്തും എന്നുള്ള പ്രഖ്യാപനം അവിടുത്തെ ബി.ജെ.പി നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ദീപികയുടെ മുഖപ്രസംഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ബി.ജെ.പിയുടെ ഒരു MLA ക്രൈസ്തവ മിഷണറിമാരെ ആക്രമിക്കാനുള്ള ആഹ്വാനം നൽകുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് പണമടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാഗ്ദാനം ബി.ജെ.പി MLAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുമാത്രവുമല്ല, ക്രൈസ്തവർ അവിടെ ആദിവാസികളെ വലിയ തോതിൽ മതം മാറ്റം നടത്തുന്നു. അതുകൊണ്ട് തന്നെ മതം മാറ്റ നിരോധന നിയമം കർശനമായി അവിടെ നടപ്പാക്കും, മഹാരാഷ്ട്രയിൽ നടപ്പാക്കും എന്ന് ബി.ജെ.പി നേതൃത്വം പ്രഖ്യാപിക്കുന്നു. അതിലുപരി അവരെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പള്ളികൾ അനധികൃതമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പള്ളികൾ ഇടിച്ചു നിരത്തും എന്നൊരു പ്രഖ്യാപനം കൂടി മഹാരാഷ്ട്രയിലെ ബി.ജെ.പി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അപ്പോൾ അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു സാഹചര്യം, അവിടെ ക്രൈസ്തവ മിഷണറിമാർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഈ പിന്നോക്ക ആദിവാസി മേഖലകളിലേക്ക് ഇവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം, കർശനമായ നിയമങ്ങൾ ഉപയോഗിച്ച് ഇവരെ നേരിടുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതെല്ലാം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നു എന്നാണ് ഇന്ന് ദീപികയുടെ മുഖപത്രം പറയുന്നത്. അവർ പറയുന്നത് ഏറ്റവും പഴക്കമുള്ള ഒരു അതിരൂപതയാണ് മുംബൈ അതിരൂപത. അവിടെ എത്രയോ വർഷമായി ക്രൈസ്തവ കത്തോലിക്ക സഭ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു. പക്ഷേ അന്നൊന്നുമില്ലാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ ക്രൈസ്തവ സഭയും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയും നേരിടേണ്ടി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവർ തുറന്നു പറയേണ്ടി വരുന്നു, കേരളത്തിൽ തങ്ങളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ വിശ്വസിച്ച് ഇവരോടൊപ്പം കൈകോർത്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും ഈ വൈകിയ വേളയിലെങ്കിലും അത്തരമൊരു തിരിച്ചറിവ് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മനു, ശരി. ഷമി പ്രഭാകർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ദീപികയുടെ മുഖപ്രസംഗത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഏതായാലും നമുക്കറിയാം, ദീപിക കത്തോലിക്ക സഭയുടെ മുഖപത്രമാണ്, അവരുടെ ലേഖനമാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നേരത്തെ ഷമി പറഞ്ഞതുപോലെ ബിഷപ്പ് പാംപ്ലാനിയൊക്കെ പണ്ട് പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതിനിടയ്ക്ക് കുറേ പിതാക്കന്മാരൊക്കെ ആ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്നുകൊണ്ട് ബി.ജെ.പിക്ക് MPമാരെയും MLAമാരെയും ഒക്കെ നൽകാം എന്ന് പറയുന്നത് പോലെയല്ല കേരളത്തിന് പുറത്ത് തങ്ങളുടെ സഹോദരങ്ങൾ നേരിടുന്ന അവസ്ഥയെന്ന് ഈ വൈകിയ വേളയിലെങ്കിലും ഉണ്ടാകുന്ന തിരിച്ചറിവ് നല്ലത് തന്നെയാണ്. ഏതായാലും കത്തോലിക്ക സഭയുടെ ആ തിരിച്ചറിവാണ് ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഷമിയാണ് അതിൻ്റെ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.